കണ്ണേട്ടാ, ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കേൾക്കുന്നില്ലേ? ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന്? എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദന നിനക്കറിയില്ല. എനിക്കെല്ലാം ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, മുഖം ഓർക്കുന്നില്ലെങ്കിലും എന്റെ കൊച്ചു പെങ്ങൾ, എല്ലാം ഒന്നൊന്നായി നഷ്ടപ്പെടുന്നത് കണ്ടു നിന്നവനാണ് ഞാൻ. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഏതോ ഒരുത്തി എവിടെയോ പ്രസവിച്ച് കണ്ണിൽ കണ്ട എച്ചിൽ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയ നിനക്ക് ചിലപ്പോ അതൊന്നും മനസ്സിലാവില്ല. പറയാൻ നിനക്കൊരു ബാബയുണ്ടല്ലോ. കിട്ടിയതൊക്കെ ലാഭം, എനിക്കോ നഷ്ടങ്ങൾ മാത്രം. കാർലോസിന്റെ ശക്തിയുടെ ഉറവിടം അത് രണ്ടാണ്. ഒന്ന്, എന്തും ചെയ്യാൻ മടിക്കാത്ത, എണ്ണിയാൽ ഒടുങ്ങാത്ത അനുയായികൾ. ഏതോ ഒരു തെരുവിലെ അവന്റെ ദാതയെ തല്ലിയതുകൊണ്ട് ഇല്ലാതാവുന്ന ഗുണ്ടാപനമല്ല കാർലോസിന്റേത്. ഒന്നു പോയാൽ 100 എണ്ണം അവൻ വേറെ ഉണ്ടാക്കും. അവന്റെ സംഘങ്ങളോട് കയ്യൂക്കുകൊണ്ട് മാത്രം എതിർക്കാൻ പറ്റില്ല. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന, വഴിയരികിൽ തട്ടുദോശ വിൽക്കുന്നവൻ തുടങ്ങി മന്ത്രിയായ എന്നെ വരെ നിർത്തുന്നതാണ് അവന്റെ രണ്ടാമത്തെ ശക്തി, പണം. സർക്കാരിന്റെയോ ജനങ്ങളുടെയോ കണ്ണിൽ പെടാത്തത്ര, പെട്ടാൽ അവർ സ്തംഭിച്ചു പോകുന്നത്ര ഭീമമായ പണം, അതിന്റെ ഉറവിടമാണ് അവന്റെ ശക്തി കേന്ദ്രം. അത് നശിക്കാതെ കാർലോസ് നശിക്കില്ല. സ്വിസ് ബാങ്ക്, ഫാക്ടറികൾ, വൻകിട ഫ്ലാറ്റ് സിസ്റ്റങ്ങൾ തുടങ്ങി ചേരിയിലെ കൊച്ചു കൊച്ചു കച്ചവടങ്ങൾക്ക് വരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത പണമാണ്. അവന്റെ പണത്തിന്റെ അനർഗളമായ ഉറവിടം വറ്റിയാൽ വറ്റണം. അവിടെയാണ് ആദ്യം കൈവയ്ക്കേണ്ടത്. ജയന്തിയുടേതാണിത്. ആരാണ് ഈ ജയന്തി? വിദ്യാസമ്പന്ന, സുന്ദരി, ചെറുപ്പക്കാരിയായ വിധവ. മലയാളിയാണ്. ഭർത്താവ് ബംഗാളിയും. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കിട്ടിയ ആൾ, ഡോക്ടർ ശരത്ചന്ദ്ര ബോസ്. ഡോക്ടറേറ്റ് എടുക്കുവാൻ അയാളുടെ സഹായിയായി വർക്ക് ചെയ്തിരുന്നത് ജയന്തിയായിരുന്നു. അബദ്ധത്തിലാണെങ്കിൽ കൂടി അയാൾ കണ്ടുപിടിച്ചത് ആയിരുന്നു. അനന്തമായ കള്ളപ്പണത്തിന്റെ ഉറവിടം. ഒരു ഫാർമസ്യൂട്ടിക്കൽ കെമിസ്റ്റിന്റെ 4200 രൂപ ശമ്പളത്തിൽ ജീവിക്കുവാൻ അയാൾക്ക് ബുദ്ധിമുട്ട് തോന്നി. ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഒടുവിൽ അവളും അയാളുടെ വലയിൽ വീണു. പക്ഷെ എവിടെയോ ചില തിരിമറികളിൽ അയാൾ കൊല്ലപ്പെട്ടു. പരീക്ഷണങ്ങൾക്കും മറ്റുമായി അയാൾ വരുത്തിക്കൂട്ടിയ വലിയ കടബാധ്യതകൾ ഒരവസരത്തിൽ അവളുടെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്യും എന്നൊരവസ്ഥ വന്നപ്പോൾ ജയന്തി ഈ ഫോർമുല ക്യാഷ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ജയന്തിയുടെ കഥ അവിടെ നിൽക്കട്ടെ. ഇതിൽ കാർലോസിന്റെ പങ്ക് പറയാം. ബോംബെ സ്മഗ്ലേഴ്സ് പുരോഗമിച്ചു. കുഴൽപ്പണം സംഘടിപ്പിച്ച് സ്വർണം വാങ്ങി വിൽക്കുന്നവർ രണ്ടാം തരക്കാരാണ്. ഒന്നാം തരക്കാരൻ അങ്ങനെയല്ല. സ്വർണം കൊടുക്കുന്ന സായിപ്പിനും സിംഗപ്പൂരുകാരനും പണത്തേക്കാൾ താല്പര്യം മയക്കുമരുന്നുകളോടായിരുന്നു. ഇവിടെയാണ് കാർലോസ് ഗോളടിക്കുന്നത്. കാർലോസിനോടൊപ്പം നിൽക്കുന്ന, കാർലോസിനോട് അടുത്ത് നിൽക്കുന്ന 1-2 പേർ കൂടി ബോംബെയിലും ഡൽഹിയിലുമുണ്ട്. അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബർമയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ജീവൻ പണയം വെച്ച് അതിർത്തി വഴി കടത്തിക്കൊണ്ടുവരുന്ന മയക്കുമരുന്ന് പുറം രാജ്യങ്ങൾക്ക് വിറ്റ് സ്വർണം വാങ്ങുന്നു. വൻ വില കൊടുത്താണ് അവരാ മരുന്ന് വാങ്ങുന്നത്. അവരുടെ പ്രോഫിറ്റ് മാർജിനും കുറവാണ്. കാർലോസ് ഇവിടെ ഈ ബോംബെയിൽ തന്നെ മയക്കുമരുന്ന് ഉത്പാദിപ്പിച്ച് വിൽക്കുന്നു. ഒരുപാട് ചെറുമത്സ്യങ്ങളെ വിഴുങ്ങിയ തിമിംഗലമാണ് ബോലാസേട്ട്. അവന്റെ വീടാണിത്. കാർലോസിന്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങി പകരം പണം കൊടുക്കുന്ന ഇവനാണ്. 1 മാസമായി കാർലോസിന്റെ കച്ചവടം നടക്കുന്നില്ല. പുറംകടലിലേക്ക് ചരക്കെത്തിക്കാനൊക്കെ കഴിയുന്നില്ല. കസ്റ്റംസുകാരെ ഡീൽ ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ ബോംബെയിലും പ്രാന്തപ്രദേശങ്ങളിലും നേവി അവരുടെ വാശിയേറിയ പ്രകടനം നടത്തുകയാണ്. പുറം രാജ്യത്ത് നിന്നുള്ള ഭീഷണിയെ നേരിടാൻ ഒരു പ്രകടനം. ശത്രുവിന്റെ പത്തി മാളത്തിൽ കുടുങ്ങിപ്പോയ അവസരമാണിത്. അടിക്കാൻ ഇതിനേക്കാൾ പറ്റിയ അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ഐ മീൻ, ഒരു സ്റ്റാർട്ടിന് പറ്റിയ സമയമാണ്. എന്ത് ചെയ്യാമെന്ന് കടൻ ആലോചിക്കൂ. ഇത് ഞാൻ ഏറ്റെടുക്കട്ടെ. അതായത് ജയന്തിയുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്നുകൾ വാങ്ങി പുറത്ത് കപ്പലിലെത്തിച്ച് അവിടെ നിന്ന് സ്വർണം വാങ്ങി സേട്ടുവിന് കൊടുത്ത് സേട്ടുവിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാം. സേട്ടും പുറത്തുള്ള ആൾക്കാരും എന്നോട് സഹകരിക്കില്ലെന്നുണ്ടോ? സേട്ടും പുറം കച്ചവടക്കാരും അല്ല പ്രശ്നം. പ്രശ്നം ജയന്തിയാണ്. അവൾക്ക് വില കൊടുക്കാം.
ഇനി സാധനം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും പുറംകടലിൽ പോയി കച്ചവടം ചെയ്യാൻ സാധ്യമല്ല. ഷിപ്പ് വന്നിട്ടുണ്ട്, സെന്റ് കൊളംബസ്. ഇന്റർനാഷണൽ അതിർത്തിക്ക് പുറത്ത് പുറംകടലിൽ കിടക്കുകയാണ് അവർ. നേവിയെ വെട്ടിച്ച് അവരുടെ പക്കൽ ചരക്കെത്തിക്കുക. കാർലോസിന് കഴിയാത്തത് നിനക്കെന്നല്ല, ആർക്കും കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അറിയാം, എന്നെ നിങ്ങൾ വിശ്വസിക്കണം. എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കഴിവ് എന്നിൽ ഉണ്ടെന്ന് കണ്ടിട്ടാണല്ലോ നിങ്ങൾ എന്നെ വിളിച്ചത്. ജയന്തിക്ക് പണം കൊടുത്ത് ഞാൻ ചരക്ക് വാങ്ങാം. പണം കൊടുത്തു വാങ്ങാൻ കൊടി കെട്ടിയവന്മാരെ ശ്രമിച്ചതാ, നടന്നിട്ടില്ല. കൊടി കെട്ടാതെ ഞാൻ ശ്രമിക്കാം. എനിക്ക് നിങ്ങൾ പണം തരണം. നാട്ടു നടപ്പുള്ളതിൽ കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും കൂടുതൽ. പണം അതൊരു പ്രശ്നമാണ്. ഇത്രയധികം പണം ഞങ്ങൾ വിചാരിച്ച റൈസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റും. ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാട്ടിലൊരു വിഷഹാരി ഉണ്ടായിരുന്നു പോലും. കടിച്ച പാമ്പിനെ വരുത്തി വിഷമറക്കും. വെറ്റില ദാ ഇങ്ങനെ കീറുന്നു, പാമ്പ് 2ആയി കീറിപ്പോവും. അതുപോലെ പണം കിട്ടും. നിങ്ങൾ ചോദിച്ചാൽ അയാൾ തരും. കാർലോസിന്റെ പണം. കാർലോസിന്റെ പത്തി തകർക്കണം. അയാളുടെ പണം മുഴുവൻ നമ്മുടെ കൈ വരണം. അയാളുടെ ഗുണ്ടാ സാമ്രാജ്യം തകർക്കണം. അല്ലെങ്കിൽ അയാൾ നമ്മുടെ ചൊൽപ്പടിയിൽ നിൽക്കണം. Am I right? അതെ, കറക്റ്റ്. ഇതുകൊണ്ട് എനിക്കുള്ള ലാഭം മനസ്സിലായി. എന്താണ് നിങ്ങളുടെ ലാഭം? മോനെ കണ്ണ, അപ്പൊ എത്ര വേണമെങ്കിലും തിന്നോ. വിശക്കുമ്പോ ഇനിയും തരാം, പക്ഷെ കുഴി എണ്ണരുത്. ശരി. തെണ്ടിത്തരത്തിന്റെ അക്ഷരമാല ചേരിന്ന് പഠിച്ചവനാ ഞാൻ. അപ്പം ഇനിയും ഞാൻ തിന്നും. ശരിയായി കുഴി എണ്ണാതെ അപ്പം തിന്നാലേ അജീർണം വരും, ഗ്യാസ് ട്രബിൾ. കണ്ണൻ കുഴി എണ്ണിയെ അപ്പം തിന്നു. നിങ്ങൾ എന്നത് വർത്താനാ സേട്ടേ പറയുന്നേ? समुद्र में पूरा नेवी वाला है, कस्टम्स नहीं, नेवी नेवी। तुम माल भी हमको नहीं देते हो, ऊपर से लाखों रुपए की रकम भी मांगते हो। तुमको इतने पैसों की क्या जरूरत है अभी? सेठ जी, मैं बोला ना, 2-3 कंपनियों में मेरा पैसा अटका पड़ा है. ഒരു വേള ഇതെല്ലാം അങ്ങ് പോയാലും വയസ്സുകാലത്ത് ഭരണകാലത്ത് പോയി സന്തോഷമായിട്ടിരിക്കാമല്ലോ. പീരുമേട്ടിൽ ഇത്തിരി തോട്ടം വന്നിട്ടുണ്ട്. ഇത്തിരി എന്ന് പറഞ്ഞാ കുറച്ച് കൂടുതലാ. ഒരാഴ്ചക്കുള്ളിൽ കച്ചവടം ആക്കിയാലേ അത് നടക്കൂ. तुम क्या बोल रहे हो? मेरी समझ में नहीं आता. എനിക്ക് പണം വേണം, നമുക്കോ പൈസ ചാഹിയേ. എടോ സേട്ടെ, എന്നെ കൊണ്ട് കണാവണ പറയിപ്പിക്കരുത്, എന്റെ സ്വഭാവം മാറും കേട്ടോ. क्या क्या? മണി മണി, പണം. വണ്ടി ഒരു ക്യാ ഓടാ പുല്ലേ. തങ്കപ്പ, എന്തോ? അവൻ തെണ്ടിയല്ലേടാ, വെറും തെണ്ടി. ആരുടെ കാര്യമാ? അവൻ ഓ, എത്ര കാശ് അവൻ എന്നെക്കൂടെ ഉണ്ടാക്കിയത് അലവലാതി സേട്ട്. ഞാൻ കുറെ കാശ് ചോദിച്ചപ്പോ എന്റെ കുറെ കാശ് മുടങ്ങി കിടപ്പുണ്ട്, അതൊന്ന് റിലീസ് ചെയ്ത് കിട്ടട്ടെ. ഫോൺ. ഹലോ, ഞാനാണ് മേനോൻ. ആ ആ ആ വിശപ്പോണ്ടൊരു ജഗത്താൻ ഇവിടെ ഇരുന്ന് കരയുന്നു. ആ കണ്ണിരുന്ന് അക്കി കുടിക്കാൻ വേറൊരു ജഗത്താൻ. ഓ, ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ എന്റെ ദൈവമേ. ഇലനക്കി നായയുടെ ചിറുനക്കി നായ. നീ വല്ലതും കേട്ടോ? ഇല്ല, ഞാൻ വെറുതെ ഊഹിച്ചു. ഊഹിക്കല്ലേ മോനെ, ഊഹം നല്ലതല്ല. ആ പോട്ടെ. कौन है? कौन हो तुम लोग? क्या चाहिए तुम्हें? चले जाओ जाओ जाओ, चले जाओ यहां से. अरे ओ राम सिंह,
अरे जा जा। वाह वाह। ഹലോ, ഞാൻ കേശവനാണ്. എന്താ കേശവ ഈ രാത്രിയില്? വേണ്ട വേണ്ട, പോലീസിൽ അറിയിക്കണ്ട, ഞാനിതാ വരുന്നു. കാർലോസ് മുതലാളി വിളിക്കട്ടെ? നോ. മൈ ഡിയർ ജയന്തി, അങ്ങനെ വിളിച്ചതിൽ ക്ഷമിക്കണം. ആരും നിന്നെ അങ്ങനെ വിളിക്കൂ. കള്ളനാണെങ്കിലും ഞാൻ വളരെ കറക്റ്റാണ്. നേരിട്ട് വന്നാൽ കിട്ടില്ലെന്നറിയാം. വെറുതെ കയറി ഇറങ്ങി മോഷ്ടിച്ചാൽ പിന്നീട് നമ്മുടെ ഈ ബന്ധം തുടരാൻ പോകുന്നില്ലെന്നും അറിയാം. അത്യാവശ്യത്തിന് മോഷ്ടിച്ചുവെങ്കിലും ഈ ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് കാർലോസ് തരുന്നതിനേക്കാൾ 1,00,000 രൂപ കൂടുതൽ ഞാൻ തരുന്നു. പെട്ടി തുറന്നു നോക്കൂ. സ്നേഹപൂർവം, അല്ലെങ്കിൽ വേണ്ട, ഇംഗ്ലീഷായി ഇതിനൊക്കെ ഒരു സുഖം. വിത്ത് ലവ്, കണ്ണൻ നായർ. കണ്ണൻ നായർ. आओ मेरे कन्नन। കണ്ണൻ നായരോ? ആരോ അതിശക്തന്മാർ അവന്റെ പിന്നിലുണ്ട്. അവൻ ഒറ്റയ്ക്കല്ല. സാക്ഷാൽ ഒടയമ്പ്രാൻ അവന്റെ പിന്നിലുണ്ടെങ്കിലും ദൈവത്തിനാണ്. അവനെ നേരം വെളുപ്പിക്കരുത്. നിങ്ങൾക്കൊന്നും പറ്റത്തില്ലെങ്കിലേ ഞാനത് ചെയ്യും. കാർലോസിനെ ആ കളി പഠിപ്പിക്കുന്നത്. दोस्तों, भाइयों बहनों, आज खुशी का दिन है. जाओ ऐश करो, हमारे तरफ से ले जाओ. ബഹളം ഉണ്ടാക്കില്ല, ഞാനല്ലേ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചാ संभाल के. ഇതൊക്കെ എവിടുന്നാ ഉണ്ണേ? കാർലോസിന്റെ തന്നെ ബാബാ. ബാബ കഴിക്കേ. കാർലോസ് ഇന്ന് രാത്രി വെറുതെ ഇരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ധൈര്യമോ കാർലോസിനോ? നാളെ രാവിലെ ഈ ഗ്രാമം ഉണ്ടാവുമെന്ന് അറിയില്ല. ഈ പാവത്തിനോട് ഇപ്പൊ ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കുഞ്ഞെ, ആവുമെങ്കിൽ എന്തെങ്കിലും ചെയ്യേ. അപ്പു,